കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു കാരവൻ ടൂറിസം. എന്നാൽ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മലമ്പുഴയിലെ പാർക്കിൽ ഇതുവരെ ഒരു കാരവൻ പോലും എത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. കരുത്തോടെ കുതിക്കുന്ന കേരള ടൂറിസത്തിന് പുതിയ പൊൻതൂവലായി രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് അതായിരുന്നു മലമ്പുഴ കവ എക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക്. പക്ഷേ ഈ മാസങ്ങൾ പദ്ധതിയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ പാർക്കിന്റെ ക്യാമ്പിന്റെ അവസ്ഥ എന്താണ് നോക്കാം. മലമ്പുഴ ഡാമിന്റെയും വന മലയോര മേഖലയുടെയും ഭംഗി ആസ്വദിക്കാവുന്ന തരത്തിൽ കവയിൽ 12.5 ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 6 വലിയ കാരവനുകളും 6 ക്യാമ്പർ വാനുകളും പാർക്ക് ചെയ്യാൻ പാർക്കിൽ സ്ഥലമുണ്ട്. കാറുകൾക്കും സ്കൂട്ടറുകൾക്കും ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പ്, വിനോദസഞ്ചാരികൾക്കായി 10 മുറികൾ. ക്യാരവാനുകളിൽ നിന്നുള്ള മലിനജലം പാർക്കിലെ മലിനജല സംസ്കരണ പ്ലാന്റിൽ സംസ്കരിക്കും. കുടിവെള്ളം, അലക്ക് സേവനങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ഡോർമിറ്ററി, റെസ്റ്റോറന്റ്, നീന്തൽക്കുളം തുടങ്ങിയ സൗകര്യങ്ങളും പാർക്കിലൊരുക്കും. വിനോദസഞ്ചാരികൾക്ക് സൈക്കിളുകളിലും ജീപ്പുകളിലും മലമ്പുഴയുടെ മനോഹരമായ ചുറ്റുപാടുകൾ കാണാൻ അവസരമുണ്ട്. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലും വാഗ്ദാനങ്ങളിലും വന്നതാണ് പദ്ധതി. ക്യാരവാൻ പാർക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ പാർക്കിൽ മറ്റ് സഞ്ചാരികൾക്കും പ്രവേശനമുണ്ടാകും. കല്യാണത്തിനും മറ്റു പരിപാടികൾക്കും പാർക്ക് വിട്ടു നൽകും. ശീതീകരിച്ച ലോഞ്ച് ഏരിയ, സുരക്ഷിതമായ സീറ്റുകൾ, അടുക്കള, കുളിമുറി, കിടപ്പുമുറി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ക്യാരവനിലുണ്ടാകും. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് 8 മാസം പിന്നിടുമ്പോഴും പാർക്ക് ഒഴിഞ്ഞുകിടക്കുകയാണ്. സമീപത്ത് സിനിമാ ഷൂട്ടിങ്ങിനെത്തുന്ന ക്യാരവനുകൾ മാത്രമാണ് പാർക്കിലെത്തുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ പദ്ധതിയുടെ പ്രതിസന്ധിക്ക് കാരണം ടൂറിസം വകുപ്പിന്റെ നിസ്സംഗതയാണെന്ന ആക്ഷേപം ശക്തമാണ്. കേരള ടൂറിസം 2020 തുടങ്ങിയ ക്യാരവൻ പോളിസിയുടെ ഭാഗമായി ക്യാരവനും ക്യാരവൻ പാർക്കുകളും വന്ന ആ ഒരു പുതിയ ടൂറിസം പ്രോഡക്റ്റ് അത് വളരെ നല്ല രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആദ്യം ക്യാരവനുകൾ വന്നു. പക്ഷേ ക്യാരവനുകൾ വന്നാൽ മാത്രം പോരെ, ക്യാരവൻ പാർക്കുകളും വേണം. ക്യാരവൻ പാർക്കുകൾ അതിനനുസരിച്ച് വന്നില്ല. പിന്നെ ക്യാരവൻ പാർക്കുകൾ വന്നു തുടങ്ങിയപ്പോൾ ക്യാരവനുകൾ അധികം യൂസേജ് ഇല്ലാതെ വരുന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് ക്യാരവനും ക്യാരവൻ പാർക്കുകളും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രോഡക്റ്റ് ഒരു ടൂറിസം ലൈനിൽ സക്സസ് ആകുകയുള്ളൂ. പകൽ സമയത്ത് കാഴ്ചകൾ കണ്ടുള്ള യാത്ര, രാത്രികാലങ്ങളിൽ ഈ കാരവൻ പാർക്കിൽ വിശ്രമം, അങ്ങനെയൊക്കെയായിരുന്നു പദ്ധതി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ മാസങ്ങൾ പിന്നിടുമ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ, ഒഴിഞ്ഞു കിടക്കുകയാണ്. അടുത്ത സർക്കാരെങ്കിലും ഈ പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.